ഗുഡ് ഈവനിങ് ഓൾ. നെക്സ്റ്റ് സക്സസ് മാജിക് കരിയർ പോയിന്റ് മറ്റൊരു യൂട്യൂബ് സെക്ഷനിലേക്ക് ഏവരെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഏപ്രിൽ 26 നടക്കുന്ന JPHN എക്സാം, അതുപോലെ തന്നെ DME സ്റ്റാഫ് നേഴ്സ് PSC പരീക്ഷ, ഇത് രണ്ടിനും നമുക്ക് ഒരു മാർക്ക് ഉറപ്പിക്കാവുന്ന കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഡിസാസ്റ്റർ മാനേജ്മെന്റിലെ ട്രയേജ് എന്ന് പറയുന്നത്. റീസെന്റ് ആയിട്ട് എക്സാമ്പിളിൽ എല്ലാം ചോദ്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ ട്രയേജ് എന്ന് പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് എന്താണ് ട്രയേജ്, ട്രയേജ് ക്ലാസിഫിക്കേഷൻ സിസ്റ്റംസ് ഏതൊക്കെയാണ്. സോ ഈ ട്രയേജ് സിസ്റ്റം വഴി നമ്മൾ എങ്ങനെയാണ് പേഷ്യൻസിനെ ഓരോ കാറ്റഗറി ആയിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നത്, അതിൽ എമർജന്റ് ആരാണ്, അർജന്റ് ആരാണ്, വെരി അർജന്റ് ആരാണ്, അല്ലെങ്കിൽ ഗ്രീൻ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആരെയാണ്, റെഡ് കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന ആരെയാണ്, ബ്ലാക്ക് കളർ ഇൻഡിക്കേറ്റ് അല്ലെ ബ്ലാക്ക് കളർ ടാഗ് ആർക്കാണ് കൊടുക്കുന്നത്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഒരു 3-4 സ്ലൈഡേ ഉള്ളൂ, അത് കൃത്യമായിട്ട് പഠിച്ച് അതിൽ നിന്ന് പ്രീവിയസ് എക്സാമിന് ചോദിച്ചുള്ള ഒരു 16 ചോദ്യങ്ങളുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കാൻ പോകുന്നത് കേട്ടോ. So എല്ലാവരും നോട്ട് എഴുതിയെടുത്ത് തന്നെ പഠിക്കുക. തിയറി മാത്രമല്ല, ഞാൻ എപ്പോഴും പറയുന്ന കാര്യം, തിയറി പഠിച്ചാൽ അതിന്റെ ക്വസ്റ്റ്യൻസും കൂടി നമ്മൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കുക. സോ ക്വസ്റ്റ്യൻസും കൂടി എഴുതിയെടുത്ത് തന്നെ പഠിക്കുക കേട്ടോ. കാരണം നമുക്ക് JPHN എക്സാമിനും DME സ്റ്റാഫ് നേഴ്സ് PSC ഒരു മാർക്ക് ഉറപ്പിക്കാവുന്ന ടോപ്പിക്കാണ് ഈ ട്രയേജ് എന്ന് പറയുന്നത്. 2018 DME എക്സാമിന് ഇതിൽ നിന്ന് ഒരു ചോദ്യം ചോദിക്കുകയും ചെയ്തു. ഗ്രീൻ കളറിന്റെ ക്വസ്റ്റ്യൻ 2018 DME എക്സാമിന് ചോദിച്ചിരുന്നു. അതുപോലെ മാഞ്ചസ്റ്റർ ക്ലാസിഫിക്കേഷൻ സിസ്റ്റം, ട്രയേജ് സിസ്റ്റം, അത് ശ്രീചിത്ര എക്സാമിനും ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് കേട്ടോ. സോ നന്നായിട്ട് പഠിക്കാം. സോ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ക്ലാസ്സുകൾ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഇനി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ തന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നുണ്ടെങ്കിൽ എന്റെ ഫ്രണ്ട്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ. ഓക്കെ, നമുക്ക് ക്ലാസ്. നമ്മൾ ആദ്യം അറിയേണ്ടത് എന്താണ് ട്രയേജ് എന്നാണ്. ഈ ട്രയേജിന്റെ ഡെഫിനിഷൻ തന്നെ ഒന്നിലധികം എയിംസ് എക്സാമുകൾക്കും അതിന് MSc എൻട്രൻസിന്റെയും പോസ്റ്റ് PSC എൻട്രൻസിന്റെയും ഒക്കെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ട്രയേജിന്റെ ഡെഫിനിഷൻ. നമ്മൾ മനസ്സിൽ എന്താണ് ട്രയേജ്. സോ ട്രയേജ് എന്ന് പറയുന്നത് ഫ്രഞ്ച് വേർഡ് ആയിട്ടുള്ള ട്രയർ എന്ന വേർഡിൽ നിന്നാണ് ഈ ട്രയേജ് എന്ന വേർഡ് കോയിൻ ചെയ്തിരിക്കുന്നത്. സോ ട്രയർ എന്ന വാക്കിന്റെ അർത്ഥം എന്ന് പറയുന്നത് ടു സോർട്ട് ഔട്ട് എന്നാണ്, വേർതിരിക്കുക അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്യുക അല്ലെങ്കിൽ ക്ലാസിഫൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ. സോ ട്രയേജ് എന്ന് പറഞ്ഞാല് രോഗികളെ അവരുടെ രോഗത്തിന്റെ തീവ്രത അനുസരിച്ച് നമുക്ക് ആദ്യം ആര് ചികിത്സിക്കണം, അല്ലെങ്കിൽ ആദ്യം ആര് എമർജൻസി ആയിട്ട് നമ്മൾ കെയർ പ്രൊവൈഡ് ചെയ്യണം, നമ്മൾ പേഷ്യൻസിനെ ക്ലാസിഫൈ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രയോറിറ്റിയുടെ ബേസിസിൽ നമ്മൾ അവരെ ക്ലാസിഫൈ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രയേജ് എന്ന് വിളിക്കുന്നത്. സോ ക്ലാസിഫൈങ് ദ ഇഞ്ചേർഡ് ഓഫ് ബേസിസ് ഓഫ് ദ സിവിയറിറ്റി ഓഫ് ദെയർ ഇഞ്ചുറീസ്, അവരുടെ ഇഞ്ചുറീസിന്റെ സിവിയറിറ്റി അനുസരിച്ച് രോഗികളെ ക്ലാസിഫൈ ചെയ്യുന്ന സിസ്റ്റത്തെയാണ് ട്രയേജ് എന്ന് പറയുന്നത്. സോ നോർമലി നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗിൽ ഡിസാസ്റ്റർ മാനേജ്മെന്റിലാണ് ഈ ട്രയേജ് സിസ്റ്റം പഠിക്കുന്നത് അല്ലെ. സോ ട്രയേജ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ഡിസാസ്റ്റർ ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അവിടെ വളരെയധികം കാഷ്വാലിറ്റീസ് ഉണ്ടാവും അല്ലെ, വളരെയധികം രോഗികൾ അവിടെ ഉണ്ടാവും, ഒരു ഗ്രൂപ്പ് ഓഫ്. അതിൽ ആരെയാണ് നമ്മൾ എമർജൻസി ആയിട്ട് പെട്ടെന്ന് നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്, കുറച്ചുകൂടെ വെയിറ്റ് ചെയ്താൽ ട്രീറ്റ് ചെയ്യാം. സോ പേഷ്യൻസിന് എന്ത് ചെയ്യേണ്ടി വരും, അവിടെ ക്ലാസിഫൈ ചെയ്യേണ്ടി, പെട്ടെന്ന് നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് എമർജൻസി മാനേജ് ചെയ്യേണ്ടവർ പെട്ടെന്ന് നമ്മൾ ആദ്യം എന്ത് ചെയ്യേണ്ടി വരും, അവരെ സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടി വരും. സോ അങ്ങനെ ഉള്ള സാഹചര്യങ്ങളാണ് നമ്മൾ ഈ ട്രയേജ് അപ്ലൈ ചെയ്യുന്നത്. എങ്കിലും നമുക്ക് നോർമൽ കാഷ്വാലിറ്റീസിലും IPസിലും ഓഫീസിലും ഒക്കെ ഈ ട്രയേജ് സിസ്റ്റം അപ്ലൈ ചെയ്യാം. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയും വേഗം ട്രീറ്റ് ചെയ്യേണ്ട പേഷ്യൻസ് ആദ്യം നമുക്ക് പ്രയോറിറ്റിയിൽ ട്രീറ്റ്മെന്റും പ്രോപ്പർ ട്രീറ്റ്മെന്റ് നമുക്ക് കൊടുക്കാൻ കഴിയും. സോ ഈ ഡെഫിനിഷൻ തന്നെ വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ക്ലാസിഫൈങ് ദ ഇഞ്ചേർഡ് ഓൺ ദ ബേസിസ് ഓഫ് ദ സിവിയറിറ്റി ഓഫ് ദ ഇഞ്ചുറീസ് ആണ് ട്രയേജ് എന്ന് പറയുന്നത്. റിപ്പീറ്റഡ് എക്സാം ക്വസ്റ്റ്യൻ, ഒന്നിലധികം എക്സാം ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്തിനാണ് ട്രയേജ് ചെയ്യുന്നത്? സോ ഓൾറെഡി ഞാൻ പറഞ്ഞു, നമുക്ക് ശരിയായ പേഷ്യന്റിനെ ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് ശരിയായ പ്രോപ്പർ ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ട്രയേജ് ചെയ്യുന്നത്. റൈറ്റ് പേഷ്യന്റ് അറ്റ് റൈറ്റ് പ്ലേസ് അറ്റ് റൈറ്റ് ടൈം വിത്ത് ദ റൈറ്റ് കെയർ പ്രൊവൈഡർ. സോ വേണ്ട എത്രയും വേഗം കെയർ വേണ്ട ആൾക്ക് ആദ്യം എമർജൻസിയുടെ കെയർ കൊടുക്കാൻ വേണ്ടിയാണ് ട്രയേജ് സിസ്റ്റം നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. സോ നമ്മളപ്പോൾ രണ്ട് രീതിയിൽ പേഷ്യന്റിനെ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടി വരും അല്ലെ, ഹയർ പ്രയോറിറ്റിയും ലോവർ പ്രയോറിറ്റിയും. സോ അപ്പോൾ ആർക്കാണ് നമ്മൾ ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്, ആർക്കാണ് നമ്മൾ ലോവസ്റ്റ് പ്രയോറിറ്റി, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. സോ ഹയസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് നമുക്ക് വളരെ പെട്ടെന്നുള്ള ഒരു ഇന്റർവെൻഷൻ കൊണ്ട് തന്നെ ആ പേഷ്യന്റിന് വളരെ നല്ലൊരു പ്രോഗ്നോസിസ്, ഒരു ലോങ് ടൈം പ്രോഗ്നോസിസ് ഉണ്ടാവുകയാണെങ്കിൽ അങ്ങനത്തെ പേഷ്യൻസിനാണ് നമ്മൾ ഹയർ പ്രയോറിറ്റി കൊടുക്കുക. അല്ലാതെ നമ്മൾ രോഗം നമ്മൾ എത്ര സമയം അവരെ കഷ്ടപ്പെട്ട് നമ്മൾ ചികിത്സിച്ചാലും അവർ തിരിച്ച് ലൈഫിലേക്ക് തിരിച്ചു വരാത്ത പേഷ്യന്റിനെ ആയിരിക്കരുത് നമ്മൾ ഹയർ പ്രയോറിറ്റി കൊടുക്കേണ്ടത്.
സോ അങ്ങനെയുള്ള പേഷ്യൻസിന് നമ്മൾ ആവശ്യമില്ലാത്ത സമയം കളഞ്ഞാല് ആ സമയം കൊണ്ട് രക്ഷപ്പെടുത്താവുന്ന കുറെ പേരുടെ ജീവൻ ചിലപ്പോൾ നമുക്ക് നഷ്ടപ്പെടുത്തേക്കും, അല്ലെ? സോ അപ്പൊ നമ്മൾ അവിടെ അതാണ് നമുക്ക് ശരിക്കും ഈ ട്രയേജിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. സോ ഏറ്റവും ചെറിയ സമയം കൊണ്ട് അല്ലെങ്കിൽ ഒരു സിംഗിൾ ഇന്റർവെൻഷൻ കൊണ്ട് തന്നെ അവരുടെ പ്രോഗ്നോസിസിൽ വലിയ മാറ്റം വരുത്താൻ കഴിയുന്നവരെ ആയിരിക്കണം നമ്മൾ ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. ഇനി ലോവസ്റ്റ് പ്രയോറിറ്റി ആർക്കാണ് കൊടുക്കേണ്ടത്? പേഷ്യന്റ് ഹു റിക്വയർ എ ഗ്രേറ്റ് ഡീൽ ഓഫ് അറ്റൻഷൻ വിത്ത് ക്വസ്റ്റ്യനബിൾ ബെനിഫിറ്റ്. നമ്മൾ ഒത്തിരി സമയം അവർക്ക് വേണ്ടി ചെലവാക്കിയാലും അത് ബെനിഫിറ്റ് ഉണ്ടാകുമോ എന്നുള്ള സംശയമുള്ളവർക്ക് നമ്മൾ എന്ത് ചെയ്യണം? ലോവസ്റ്റ് പ്രയോറിറ്റി ആയിരിക്കണം കൊടുക്കേണ്ടത്. ക്ലിയർ അല്ലേ? നമ്മൾ പഠിക്കാൻ പോകുന്നത് കളർ കോഡ് സിസ്റ്റം ആൻഡ് കളർ ഓഫ് ടാഗ് ആണ്. സോ അപ്പോൾ പേഷ്യൻസിന് അവരുടെ സിവിയറിറ്റി അനുസരിച്ച് നമ്മൾ സെപ്പറേറ്റ് ചെയ്യും. സെപ്പറേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളൊരു ടാഗ് കൊടുക്കും, ഓരോ കളർ ടാഗ്. വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ് ഈ 4 കളറുകൾ. വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ, DMEPS എക്സാം ക്വസ്റ്റ്യൻ ആണ്. അതിൽ സെൻട്രൽ ഗവൺമെന്റ് എയിംസിന്റെ ഉൾപ്പെടെ എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് ഈ കളർ കോഡ് സിസ്റ്റം അല്ലെങ്കിൽ ടാഗ്. സോ 4 കളർ ടാഗുകളെ കുറിച്ചാണ് ഇവിടെ പഠിക്കേണ്ടത്. റെഡ് കളർ, യെല്ലോ കളർ, ഗ്രീൻ കളർ ആൻഡ് ബ്ലാക്ക് കളർ. ഈ 4 പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. അത് മാത്രം പഠിച്ചാൽ പോരാ, ഈ ഓരോ കാറ്റഗറിയും ഏത് പേരിലാണ് അറിയപ്പെടുന്നതെന്ന് കൂടി എക്സാം ക്വസ്റ്റ്യൻ അറിഞ്ഞിരിക്കണം. സോ അപ്പൊ ആദ്യത്തെ കളർ എന്ന് പറഞ്ഞാൽ റെഡ് കളർ ടാഗ് ആണ്. റെഡ് കളർ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇമ്മീഡിയറ്റ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അവരെ എന്ത് ചെയ്യണം? ട്രീറ്റ്മെന്റ് കൊടുക്കണം, കെയർ പ്രൊവൈഡ് ചെയ്യണം. അതാണ് ഇമ്മീഡിയറ്റ്. അവരാണ് ഫസ്റ്റ് പ്രയോറിറ്റി അല്ലെങ്കിൽ ഹയസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. റെഡ് കളർ കാറ്റഗറിക്കാരായിരിക്കണം, അവർക്ക് ഇമ്മീഡിയറ്റ് മാനേജ്മെന്റ് ആവശ്യമാണ്. സോ ഫസ്റ്റ് ആൻഡ് ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആണ്, റെഡ് കളറാണ്. ഓക്കെ അല്ലേ? സോ അവർക്ക് എത്രയും വേഗം ട്രീറ്റ്മെന്റ് കൊടുത്ത് അല്ലെങ്കിൽ എത്രയും വേഗം ട്രാൻസ്ഫർ ചെയ്ത് എമർജൻസി മാനേജ് ചെയ്തിരിക്കണം. കാരണം അവരുടെ ഇഞ്ചുറീസ് എന്ന് പറയുന്നത് ലൈഫ് ത്രെറ്റനിങ് ആണ്. ലൈഫ് ത്രെറ്റനിങ് എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാം, ബ്രീത്തിങ് അല്ലെങ്കിൽ സർക്കുലേഷനോ ന്യൂറോ ഓൾട്ടറേഷൻസോ ഒക്കെ ഉള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സിസ്റ്റംസിനെ അഫക്ട് ചെയ്തിട്ടുണ്ടാകും. സോ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള കണ്ടീഷനായിരിക്കും ആദ്യ പ്രയോറിറ്റി കൊടുക്കേണ്ടത്. എക്സാമ്പിൾ സിവിയർ റെസ്പിറേറ്ററി ഡിസ്ട്രസ്, സിവിയർ സ്പൈനൽ കോഡ് ഇഞ്ചുറി പോലുള്ള കണ്ടീഷൻസ് എത്രയും വേഗം അവരെ മാനേജ് ചെയ്യണം, അല്ലെങ്കിൽ അതുകൊണ്ട് പ്രയോജനം ഉണ്ടാവില്ല. സോ ഫസ്റ്റ് പ്രയോറിറ്റി ഇമ്മീഡിയറ്റ് ആണ്, റെഡ് കളർ ആണ്. വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിക്കും. ഒരു കണ്ടീഷൻ തന്നിട്ട് അവർ ഏത് കാറ്റഗറിയിലാണ് വരുന്നത്, ഏത് കളറിലാണ് വരുന്നത്, ഇമ്മീഡിയറ്റ് ആണോ അല്ലെങ്കിൽ റെഡ് കളർ ആണോ എന്ന് ക്വസ്റ്റ്യൻ ചോദിക്കും. സോ കൃത്യമായിട്ടത് മനസ്സിലാക്കി കേട്ടോ. ഇനി രണ്ടാമത്തെ കളർ വരുന്ന യെല്ലോ കളറാണ്. യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ ഡിലേഡ് ആണ്. യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ ഡിലേഡ്. ഈ വേർഡുകൾ കൂടി പഠിച്ചോണം, എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഡിലേഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ സെക്കൻഡ് ഓർ മീഡിയം പ്രയോറിറ്റി ആണ്. സെക്കൻഡ് ഓർ മീഡിയം പ്രയോറിറ്റി. അതായത് ഇവർക്ക് മാനേജ് ചെയ്യണം, പക്ഷേ കുറച്ച് സമയം കൂടി വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? വെയിറ്റ് ചെയ്യാം. കുറച്ച് സമയം കൂടി കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്താൽ മതി? ട്രാൻസ്പോർട്ട് ചെയ്ത് അവരെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താൽ മതി. ക്ലിയർ ആണോ? സോ നമ്മളിപ്പോൾ ബസ് ആക്സിഡന്റ് ഉണ്ടാകില്ല, കുറേയധികം ഇഞ്ചുറീസ് ഉള്ള പേഷ്യൻസ് ഉണ്ട് അല്ലെ? സോ അവരെ നമുക്ക് എമർജൻസി ആയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ട് വേണം അവരെ ട്രീറ്റ് ചെയ്യാൻ. സോ അപ്പൊ അവരിൽ നിന്ന് ആരെ ആദ്യം കൊണ്ടുപോകണം, അതാണ് ഈ പ്രയോറിറ്റൈസ് ചെയ്യുന്നത്. അപ്പൊ റെഡ് കളർ നമുക്ക് ഇമ്മീഡിയറ്റ്ലി ഹാർട്ട് അല്ലെങ്കിൽ സർക്കുലേഷൻ, ബ്രീത്തിങ്, ന്യൂറോ പ്രോബ്ലം ഉള്ളവരൊക്കെ ആയിരിക്കണം ആദ്യം നമ്മൾ പെട്ടെന്ന് ട്രാൻസ്പോർട്ട് ചെയ്ത് ഹോസ്പിറ്റലിൽ എത്തിച്ച് മാനേജ് ചെയ്യുന്നത്. അവരാണ് റെഡ് കളർ അല്ലെങ്കിൽ ഇമ്മീഡിയറ്റിൽ വരുന്നത്. അവരാണ് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത്. രണ്ടാമത് യെല്ലോ കളർ ഡിലേഡ്, അതായത് സെക്കൻഡ് ഓർ മീഡിയം പ്രയോറിറ്റി ആണ്. കുറച്ചുകൂടി സമയം എടുത്ത് ട്രാൻസ്പോർട്ട് ചെയ്താലും കുഴപ്പമില്ല, അവർക്ക് വേറെ ലൈഫ് ത്രെറ്റനിങ് ആയിട്ടുള്ള പ്രോബ്ലം ഒന്നും ഉണ്ടാകും, അവരുടെ ലൈഫിനെ ഒന്നും അഫക്ട് ചെയ്യില്ല. അങ്ങനെയുള്ളവരാണ് യെല്ലോ കളറിൽ വരുന്നത് അല്ലെങ്കിൽ ഡിലേഡ് കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ ആണോ? ഇത് മൂന്നാമത്തത് ഇതാണ് 2018 DME കേരള PSC സ്റ്റാഫ് നേഴ്സ് എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഗ്രീൻ കളർ എന്ന് പറയുന്നത് മൈനർ കാറ്റഗറിയിലാണ് വരുന്നത്. ആ മൈനർ എന്ന വേർഡ് ഓർത്തു കൊള്ളണം. മൈനർ എന്ന് പറഞ്ഞാൽ ഗ്രീൻ, ഡിലേഡ് എന്ന് പറഞ്ഞാൽ യെല്ലോ, റെഡ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് മാനേജ്മെന്റ് ആണ് വേണ്ടത്. ഓക്കെ അല്ലെ? മൈനർ എന്ന് പറഞ്ഞാൽ തേർഡ് പ്രയോറിറ്റി ആണ്. ഇവരെന്ന് പറയുന്നത് ആംബുലേറ്ററി പേഷ്യൻസ് ആണ്. അവർക്ക് ഇഞ്ചുറീസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷെ അവർക്ക് നടക്കുന്നതിനൊന്നും യാതൊരു പ്രോബ്ലം ഇല്ല. സോ ആംബുലേറ്ററി പേഷ്യൻസ് ആണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ. ആംബുലേറ്ററി പേഷ്യൻസ് ഗ്രീൻ കളർ ആണ് വരുന്നത്, മൈനർ ആണ്, തേർഡ് പ്രയോറിറ്റി ആണ്. അല്ലെങ്കിൽ വാക്കിംഗ് വൂണ്ടഡ് എന്നാണ് അവർ പറയുന്നത്. നമുക്ക് നടക്കാനൊക്കെ പറ്റുന്നുണ്ട്, പക്ഷെ അവർക്ക് ഇഞ്ചുറീസ് ഉണ്ട് താനും. സോ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കുറേയധികം സമയം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രം ട്രാൻസ്പോർട്ട് ചെയ്ത് അവരെ ഇഞ്ചുറീസ് കെയർ ചെയ്താൽ മതിയാവും. ഇനി നാലാമത്തത് കളർ വരുന്നത് ബ്ലാക്ക് കളർ. വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ. ബ്ലാക്ക് കളർ അല്ലെങ്കിൽ എക്സ്പെക്ടന്റ് ഓർത്ത് വെക്കണം. ബ്ലാക്ക് കളർ അല്ലെങ്കിൽ എക്സ്പെക്ടന്റ് അല്ലെങ്കിൽ ബ്ലാക്ക് കളർ എന്ന് പറഞ്ഞാൽ
ഡെഡ് ആയിട്ടുള്ളവരാണ്, മരണപ്പെട്ടവരാണ്, അല്ലെങ്കിൽ മൊറിബണ്ട് പേഷ്യൻസ് ആണ്. മൊറിബണ്ട് എന്ന് പറഞ്ഞാൽ അപ്രോച്ചിങ് ടു ഡെത്ത് ആണ്, ഡെത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ് മൊറിബണ്ട് പേഷ്യൻസ് എന്ന് പറയുന്നത്. അപ്പൊ ബ്ലാക്ക് എന്ന് പറയുന്നത് ഡെഡ് അല്ലെങ്കിൽ മൊറിബണ്ട് പേഷ്യൻസ് ആണ്. കിട്ടിയോ? വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ. ഈ 4 കളറും കാറ്റഗറി അറിഞ്ഞ റെഡ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ്, രണ്ടാമത് യെല്ലോ അല്ലെങ്കിൽ ഡിലേഡ്, മൂന്നാമത് ഗ്രീൻ കളർ അല്ലെങ്കിൽ മൈനർ, ദാറ്റ് ഈസ് ആംബുലേറ്ററി പേഷ്യൻസ് ആണ്. നാലാമത്തത് ബ്ലാക്ക് കളർ അല്ലെങ്കിൽ എക്സ്പെക്ടന്റ് ഡെഡ് ഓർ മോറിബണ്ട് പേഷ്യൻസ് ആണ്. ക്ലിയർ അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഇവിടെയാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വരിക കേട്ടോ. അതുപോലെ തന്നെ 3 ക്ലാസ്, 3 ക്ലാസ് സിസ്റ്റം ഉണ്ട്. നേരത്തെ നമ്മൾ 4 പറഞ്ഞ് 4 കളർ കോഡിങ്, ഇവിടെ പറയുന്നത് 3 ക്ലാസ്സുകളാണ്. ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3. ക്ലാസ് 1 എന്ന് പറഞ്ഞാൽ എമർജന്റ് ആണ്. എമർജന്റ് ആ വേർഡുകളാണ് ഇവിടെ എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കുക. ക്ലാസ് 1 വരുന്നത് എമർജന്റ് എന്നാണ്. എമർജന്റ് എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ലൈഫ് ഓർ ലിംബ് ത്രെറ്റനിങ് ആണ്. മാനേജ് ചെയ്തില്ലെങ്കിൽ അവരുടെ ലൈഫോ അല്ലെങ്കിൽ അവരുടെ ലിംബുകളോ എന്ത് ചെയ്യപ്പെടാം? നഷ്ടപ്പെടാം. അങ്ങനെയുള്ള കാറ്റഗറിയാണ് ക്ലാസ് 1 അല്ലെങ്കിൽ എമർജന്റ് എന്ന് പറഞ്ഞാൽ. നേരത്തെ പറയാം റെഡ് കളറിൽ വരുന്നവരാണ് എമർജന്റ്. ആ വേർഡാണ് നമുക്ക് എക്സാം ക്വസ്റ്റ്യൻ. എമർജന്റ് എന്ന് പറഞ്ഞാൽ ക്ലാസ് 1 ആണ്, ഇമ്മീഡിയറ്റ്ലി മാനേജ് ചെയ്യേണ്ടവരാണ്. സോ അവിടെ റെക്കമെൻഡഡ് റീ അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് റീ അസസ് ചെയ്തുകൊണ്ടിരിക്കണം. എക്സാമ്പിൾ ക്ലാസ് 1 വരുന്നത് കാർഡിയോ പൾമണറി അറസ്റ്റ്, സിവിയർ റെസ്പിറേറ്ററി ഡിസ്ട്രസ്, മേജർ ബേൺസ്, മേജർ ട്രോമ, മാസീവ് അൺകൺട്രോൾഡ് ബ്ലീഡിംഗ്, കോമ, സ്റ്റാറ്റസ് എപ്പിലെപ്റ്റിക്കസ് പോലുള്ള കണ്ടീഷനുകളൊക്കെയാണ് എമർജന്റ് അല്ലെങ്കിൽ ക്ലാസ് 1 കാറ്റഗറിയിൽ വരുന്നത്. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് ക്ലാസ് 2, ദാറ്റ് ഈസ് അർജന്റ് ആണ്. ക്ലാസ് 2 അല്ലെങ്കിൽ അർജന്റ്. ഇവിടെ റിക്വയർസ് പ്രോംപ്റ്റ് കെയർ ബട്ട് വിൽ നോട്ട് കോസ് ലോസ് ഓഫ് ലൈഫ് ഓർ ലിം ഇഫ് ലെഫ്റ്റ് അൺട്രീറ്റഡ് ഫോർ സെവറൽ. നമുക്ക് കുറച്ച് സമയം കൂടെ വെയിറ്റ് ചെയ്താലും അവരുടെ ലൈഫിനോ ലിംസിനോ ഒന്നും അഫക്റ്റ് ചെയ്യില്ല. നമുക്കവിടെ കുറച്ച് നമ്മൾ വെയിറ്റ് ചെയ്യാം. ഇഞ്ചുറീസ് ഉണ്ട്, അവർ മാനേജ് ചെയ്യുകയും വേണം, പക്ഷെ കുറച്ച് സമയം കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ പറ്റും. സോ അവിടെ നമ്മൾ റീ അസസ്മെന്റ് ചെയ്യേണ്ടത് എവരി 30 മിനിറ്റ്സ് ആണ്. അബ്ഡോമിനൽ പെയിന്, നോൺ കാർഡിയാക് ചെസ്റ്റ് പെയിന്, അതിൽ മൾട്ടിപ്പിൾ ഫ്രാക്ചേഴ്സ്, ലാസറേഷൻസ്, റീനൽ കാൽക്കുലുള്ള കണ്ടീഷനുകളാണ്. ഇത് ജനറൽ ആയിട്ട് കൂടിയാണ് പറയുന്നത് കേട്ടോ. ഇനി മൂന്നാമത്തെ ക്ലാസ്സിൽ വരുന്നത് നോൺ അർജന്റ് ആണ്. നിങ്ങൾ ഇതിൽ വേറെ ഒന്നും പഠിക്കേണ്ട. ക്ലാസ് 1 എന്ന് പറയുന്നത് എമർജന്റ് ആണ്, ക്ലാസ് 2 എന്ന് പറയുന്നത് അർജന്റ് ആണ്, ക്ലാസ് 3 നോൺ അർജന്റ്. ഈ 3 വാക്കുകൾ മാത്രം ഓർത്ത് വെച്ചാൽ ഈ സ്ലൈഡിൽ മാത്രം. സോ നോൺ അർജന്റ് ആൻഡ് ട്രീറ്റ്മെന്റ് ബട്ട് ടൈം ഈസ് നോട്ട് എ ക്രിട്ടിക്കൽ ഫാക്ടർ. ടൈം ഒരു ഫാക്ടർ അല്ല, പതിയെ മാനേജ് ചെയ്താൽ മാത്രം മതിയാവും. എവരി 1 to 2 hours അവരെ റീഅസസ് ചെയ്യണം. എക്സാമ്പിൾ റാഷസ്, ക്രോണിക് ഹെഡേക്ക്, സ്ട്രെയിൻസ്, കോൾഡ് സിംറ്റംസ്, മൈനർ സിംറ്റംസ് മാത്രമാണ്. തേർഡ് നോൺ അർജന്റില് അതായത് ഇവിടെ വലിയ ഇമ്പോർട്ടന്റ് ഒന്നുമല്ല എങ്കിലും എമർജന്റ് എന്ന വാക്ക് ഓർക്കുക. ക്ലാസ് 1 അർജന്റ്, ക്ലാസ് 2 നോൺ അർജന്റ്, ക്ലാസ് 3 ആണ്. മൂന്നാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാം ക്വസ്റ്റ്യൻ ആണ്. ശ്രീചിത്ര എക്സാമിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് മാഞ്ചസ്റ്റർ ട്രയേജ് സിസ്റ്റം. അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞതില് 4 കളർ കോഡാണ് പറഞ്ഞത്, 4 കളറുകളാണ് പറഞ്ഞതെങ്കിൽ മാഞ്ചസ്റ്റർ ട്രയേജ് സിസ്റ്റത്തില് 5 കളറുകളാണ് വരുന്നത്. സോ ക്ലിയർ ആയിട്ട് പഠിച്ചോളണം. പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചു, ശ്രീചിത്ര എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്. മാഞ്ചസ്റ്റർ ട്രയേജ് സിസ്റ്റത്തില് 5 കളർ സിസ്റ്റം ആണ്. നേരത്തെ നമ്മൾ പഠിച്ച 4 കളറാണ്, ഇവിടെ 5 കളർ സിസ്റ്റം ആണ്. സോ ഇവിടെ വരുന്ന കളറുകൾ എന്ന് പറഞ്ഞ റെഡ് ആദ്യത്തത്, രണ്ടാമത്തെ ഓറഞ്ച്, മൂന്നാമത്തെ യെല്ലോ, 4 ഗ്രീൻ, അഞ്ചാമത്തെ ബ്ലൂ കളറാണ്. ബ്ലാക്ക് അല്ല, ബ്ലൂ കളറാണ്. ഓർത്തോളാം, തെറ്റിപ്പോരുത്. ഇവിടെ ചേഞ്ചസ് ഏതൊക്കെയാ നോക്കിയേ. റെഡിനും യെല്ലോയ്ക്കും ഇടയിൽ ഒരു ഓറഞ്ച് വന്നിട്ടുണ്ട്, ഗ്രീൻ കഴിഞ്ഞിട്ട് ബ്ലാക്കിന് പകരം ഒരു ബ്ലൂ കളർ വന്നിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ വ്യത്യാസം. കൃത്യമായിട്ട് പഠിച്ചോളണം. യെസ്, ഓക്കെ. അപ്പൊ ലെവൽ ഓഫ് പ്രയോറിറ്റി റെഡ് കളർ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആണ്. അപ്പൊ ഓർത്തോണം, ഇമ്മീഡിയറ്റ് നമ്മൾ നേരത്തെ പഠിച്ച സെയിം തന്നെയാണ്. റെഡ് കളർ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് മാനേജ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ടൈം പീരീഡ് കൂടി നടത്തിയിരിക്കണം. എക്സാം ക്വസ്റ്റ്യൻ അതും ചോദിച്ചിരുന്നു. സേഫ്റ്റി മിനിറ്റ്സ് അണ്ടിൽ ഫസ്റ്റ് മെഡിക്കൽ എക്സാമിനേഷൻ, എത്ര സമയത്തുള്ള മെഡിക്കൽ എക്സാമിനേഷൻ ചെയ്തിരിക്കണം. സോ റെഡ് കളർ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആണ്, ദാറ്റ് ഇസ് ഇമ്മീഡിയറ്റ്ലി മാനേജ് ചെയ്തിരിക്കണം, ലൈഫ് ത്രെറ്റനിങ് ആണ്. രണ്ടാമത്തെ കളർ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കളറാണ്. ഓറഞ്ച് കളർ എന്ന് പറഞ്ഞാൽ വെരി അർജന്റ് ആണ്. ഇതും എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോ റെഡ് കളർ ഇമ്മീഡിയറ്റ്, ഓറഞ്ച് കളർ വെരി അർജന്റ് കാറ്റഗറിയിലാണ് വരുന്നത്. നമുക്ക് അപ് ടു 10 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യാം. അപ് ടു 10 മിനിറ്റ്സിനുള്ളിൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുത്തിരിക്കണം. 10 മിനിറ്റ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയും. മൂന്നാമത്തത് യെല്ലോ കളർ. യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ അർജന്റ് ആണ്. ഈ പേരുകളാണ് എക്സാം ക്വസ്റ്റ്യൻ, പേര് ടൈമും എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്, മറന്നു പോരുത്. യെല്ലോ കളർ എന്ന് പറഞ്ഞാൽ അർജന്റ് ആണ്.
അർജന്റ് എന്ന് പറഞ്ഞാൽ അപ് ടു 60 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ വരെ നമുക്ക് എന്ത് ചെയ്യാം, വെയിറ്റ് ചെയ്യാൻ കഴിയും. അല്ലെങ്കിൽ 1 മണിക്കൂർ വരെയൊക്കെ നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ട്രീറ്റ്മെന്റ് കൊടുത്താൽ മതിയാകും. ദാറ്റ് ഇസ് അർജന്റ്. കിട്ടിയോ? നാലാമത്തത് ഗ്രീൻ കളർ. ഗ്രീൻ കളർ നമ്മൾ നേരത്തെ അവിടെ പറഞ്ഞു, ആംബുലേറ്ററി പേഷ്യൻസ് നമ്മൾ അവിടെ പഠിച്ചു. ഇവിടെ സ്റ്റാൻഡേർഡ് ആണ് അല്ലെ, ഗ്രീൻ അല്ലെങ്കിൽ മൈനർ എന്ന് അവിടെ പഠിച്ചു. ഇവിടെ നമ്മൾ സ്റ്റാൻഡേർഡ് എന്നാണ് പറയുന്നത്. സ്റ്റാൻഡേർഡ് ഗ്രീൻ കളർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് കാറ്റഗറിയാണ്. അപ്പൊ നമുക്ക് അപ് ടു 120 മിനിറ്റ്സ് അല്ലെങ്കിൽ 2 അവേഴ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അല്ലെങ്കിൽ മെഡിക്കൽ എക്സാമിനേഷൻ 2 മണിക്കൂർ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ ആണോ? ഇനി അഞ്ചാമത്തത് നോൺ അർജന്റ്. നോൺ അർജന്റ് എന്ന് പറയുന്നത് ബ്ലൂ കളർ ആണ്. അപ് ടു 240 മിനിറ്റ്സ് ആണ്. അതായത് 240 മിനിറ്റ് എന്ന് പറയുമ്പോൾ 4 മണിക്കൂർ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ് ടു 240 മിനിറ്റ്സ്. ദാറ്റ് ഈസ് നോൺ അർജന്റ്. ഒന്നുകൂടെ നോക്കിയേ, റെഡ് കളർ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആണ്, ഇമ്മീഡിയറ്റ്ലി മാനേജ് ചെയ്യണം. ഓറഞ്ച് എന്ന് പറയുന്നത് വെരി അർജന്റ് ആണ്, അപ് ടു 10 മിനിറ്റ്സ് നമുക്ക് വെയിറ്റ് ചെയ്യാം. യെല്ലോ കളർ എന്ന് പറയുന്നത് അർജന്റ് ആണ്, അപ് ടു 60 മിനിറ്റ്സ് അല്ലെങ്കിൽ 1 അവർ വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഗ്രീൻ കളർ എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ആണ്, അപ് ടു 120 മിനിറ്റ്സ് അല്ലെങ്കിൽ 2 അവേഴ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ബ്ലൂ കളർ എന്ന് പറയുന്നത് നോൺ അർജന്റ് ആണ്, അപ് ടു 240 മിനിറ്റ്സ് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ ആണോ? ഇത് വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. ശ്രീചിത്ര എക്സാം ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ഓൾറെഡി. കിട്ടിയോ? യെസ്. ഇനി അടുത്ത വളരെ ഇമ്പോർട്ടന്റ് എക്സാം, സ്റ്റാർ ട്രയേജ് അൽഗോരിതം. നമുക്ക് CPCR ഒക്കെ ചെയ്യുന്നതിന് ഒരു അൽഗോരിതം ഉണ്ട് അല്ലെ, അൽഗോരിതം. അതുപോലെ തന്നെ നമ്മൾ ട്രയേജിൽ നമ്മൾ നോർമലി ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന അൽഗോരിതം സ്റ്റാർ ട്രയേജ് അൽഗോരിതം എന്ന് പറയുന്നത്. സ്റ്റാർട്ടിന്റെ ഫുൾ ഫോം അറിഞ്ഞു വെക്കുക, എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. സ്റ്റാർട്ട് എന്ന് പറഞ്ഞാൽ സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് ടെക്നിക് എന്നാണ്. സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് ടെക്നിക് അതാണ് സ്റ്റാർട്ട്. എസ് എന്ന് പറയുന്നത് സിമ്പിൾ, ടി എന്ന് പറയുന്നത് ട്രയേജ്, എ എന്ന് പറയുന്നത് അതിന്റെ, ആർ എന്ന് പറയുന്നത് റാപ്പിഡ്, ടി എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ്. സോ സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് ടെക്നിക് എന്നാണ് സ്റ്റാർട്ട് ട്രയേജ് അൽഗോരിതത്തിൽ പറയുന്നത്. ഇവിടെ നമ്മൾ ആദ്യം നോക്കുന്നത് ഇവിടെ 3 കാര്യങ്ങളാണ് ഓർത്ത് വയ്ക്കുക. സ്റ്റാർട്ട് ട്രയേജ് അൽഗോരിതത്തിൽ നമ്മൾ 3 കാര്യങ്ങളാണ് പേഷ്യന്റ് അസസ് ചെയ്യുന്നത്. ഒന്ന് പേഷ്യന്റെ റെസ്പിറേഷൻ നമ്മൾ ആദ്യം നോക്കും. രണ്ടാമത്തത് നമ്മൾ പെർഫ്യൂഷൻ നോക്കും, ഹാർട്ടിന്റെ പെർഫ്യൂഷൻ, ദാറ്റ് ഈസ് പൾസ്, റേഡിയൽ പൾസും അതുപോലെ കാപ്പിലർ റീഫിൽ. 2 കാര്യങ്ങളാണ് അവിടെ നോക്കുന്നത്, പെർഫ്യൂഷൻ. മൂന്നാമത് നമ്മൾ അസസ് ചെയ്യുന്നത് മെന്റൽ സ്റ്റാറ്റസ് ആണ്. മെന്റൽ സ്റ്റാറ്റസ് ക്ലിയർ അല്ലേ? ഈ 3 കാര്യങ്ങളാണ് നമ്മൾ സ്റ്റാർട്ട് ട്രയേജിൽ നമ്മൾ അസസ് ചെയ്യുന്നത് കേട്ടോ. സോ ഇത് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഓരോ കളർ കാറ്റഗറി ആയിട്ട് തിരിക്കുന്നത്. ഇത് വെച്ച് വളരെ ഇമ്പോർട്ടന്റ് എക്സാം ക്വസ്റ്റ്യൻ ചോദിക്കുന്നു. സോ നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ തന്നെ ഇപ്പോൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻ തന്നെ 5 ചോദ്യങ്ങൾ ഓൾറെഡി വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു സ്റ്റാർട്ട് അൽഗോരിതം വെച്ച് ഓരോ പേഷ്യന്റെ കണ്ടീഷൻ തന്നിട്ട് അത് ഏത് കളർ കാറ്റഗറിയിലാണ് അല്ലെങ്കിൽ കളർ കോഡാണ് വരുന്നത് എന്നുള്ളത് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഈ ഒരു അൽഗോരിതം പഠിക്കണം. ഓക്കെ ആണോ? സ്റ്റാർട്ട് അൽഗോരിതം എന്ന് പറഞ്ഞാല് നമ്മൾ ആദ്യം നോക്കുന്നത് പേഷ്യന്റിന് നടക്കാൻ കഴിയുമോ, ഏബിൾ ടു വാക്ക്. പേഷ്യന്റ് നടക്കാൻ കഴിയുമെങ്കിൽ, ഏബിൾ ടു വാക്ക് യെസ് ആണെങ്കിൽ, പേഷ്യന്റ് നടക്കാൻ കഴിയുന്നുണ്ട്, യാതൊരു പ്രശ്നമില്ലെങ്കിൽ നമ്മൾ മൈനർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. ദാറ്റ് ഈസ് ഗ്രീൻ കളർ. ഗ്രീൻ കളർ നമുക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയും ഒത്തിരി സമയം. സോ നമ്മൾ അതിന്റെ സെക്കൻഡറി ട്രയേജിലേക്ക് മാറ്റും. സെക്കൻഡറി ട്രയേജ് എന്ന് പറയുന്നത് നമ്മൾ ഫസ്റ്റ് ട്രയേജ് കഴിഞ്ഞു, നമ്മൾ അടുത്ത് വീണ്ടും അസസ് ചെയ്യും, അടുത്ത അത് പ്രയോറിറ്റി കൊടുക്കും. അത് സെക്കൻഡറി ട്രയേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇനി ഏബിൾ ടു വാക്ക്, നടക്കാൻ കഴിയുന്നത് നോക്ക്, നോ എന്നാണ് ആൻസർ എങ്കിൽ നമ്മൾ അടുത്ത് നോക്കുന്നത്, ചെക്ക് ചെയ്യുന്നത് സ്പോണ്ടേനിയസ് ബ്രീത്തിങ് ഉണ്ടോ എന്നാണ്. അപ്പൊ പേഷ്യന്റ് നടക്കാൻ കഴിയുന്നുണ്ട് എന്നാണെങ്കിൽ മൈനർ നമ്മൾ ഗ്രീൻ കളർ കൊടുത്തു. ഈ നടക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ അടുത്ത് സ്പോണ്ടേനിയസ് റെസ്പിറേഷൻ, ബ്രീത്തിങ് ഉണ്ടോ നോക്കും. ബ്രീത്തിങ് നോക്കുമ്പോൾ നോ എന്നാണെങ്കിൽ, ബ്രീത്തിങ് ഇല്ല എങ്കിൽ നമ്മൾ പൊസിഷൻ അല്ലെങ്കിൽ എയർവേ റീപൊസിഷൻ ചെയ്യും. സോ ബ്രീത്തിങ് നമ്മൾ സ്പോണ്ടേനിയസ് ബ്രീത്തിങ് റെസ്പിറേഷൻ ഉണ്ടോ നോക്കുന്നു. പേഷ്യന്റ് റെസ്പിറേഷൻ ആബ്സെന്റ് ആണെങ്കിൽ, ഇല്ല എങ്കിൽ നമ്മൾ എയർവേ പൊസിഷൻ ചെയ്യുന്നു. എയർവേ പൊസിഷൻ ചെയ്തിട്ടും പേഷ്യന്റ് ബ്രീത്തിങ് ഒന്നും ഇല്ല, റെസ്പിറേഷൻ ഇല്ല എങ്കിൽ നമ്മൾ ബ്ലാക്ക് കളർ കാറ്റഗറി, ദാറ്റ് ഇസ് എക്സ്പെക്ടന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. ബ്ലാക്ക് കളർ ദാറ്റ് ഇസ് എക്സ്പെക്ടന്റ് ആയിട്ട്. ക്ലിയർ ആണോ? സോ നമ്മൾ പൊസിഷൻ ചെയ്തപ്പോ, എയർവേ പൊസിഷൻ ചെയ്തപ്പോ പെട്ടെന്ന് സ്പോണ്ടേനിയസ് ബ്രീത്തിങ് ഉണ്ടായി. എയർവേ നമ്മൾ പൊസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യന്റ് ബ്രീത്ത് എടുത്തു തുടങ്ങി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, റെഡ് കളർ ഇമ്മീഡിയറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തണം. പെട്ടെന്ന് തന്നെ ട്രാൻസ്ഫർ ചെയ്ത് മാനേജ് ചെയ്യണം. ഇമ്മീഡിയറ്റ് ആണ്. കിട്ടിയോ? സോ അപ്പൊ നടക്കാൻ കഴിയുന്നില്ല എങ്കിൽ നമ്മൾ അടുത്ത റെസ്പിറേഷൻ സ്പോണ്ടേനിയസ് ബ്രീത്തിങ് നോക്കും. സ്പോണ്ടേനിയസ് ബ്രീത്തിങ് ഇല്ല എങ്കിൽ നമ്മൾ എയർവേ പൊസിഷൻ ചെയ്യും. അപ്പോഴും അഗ്നിയാണെങ്കിൽ, ബ്രീത്തിങ് ഇല്ല എങ്കിൽ നമ്മൾ പേഷ്യന്റ് എക്സ്പെക്ടന്റ് ഡെഡ് ഓർ മോർബൻഡ് ആയിട്ട് കൺസിഡർ ചെയ്യും.
ബ്ലാക്ക് കളറാണ്. ഇനി പൊസിഷൻ എയർവേ പൊസിഷൻ ചെയ്തപ്പോ സ്പോണ്ടേനിയസ് ബ്രീത്തിങ് ഉണ്ടായെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്ത് മാനേജ് ചെയ്ത് ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ് കാറ്റഗറി, റെഡ് കളർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. ഇനി സ്പോണ്ടേനിയസ് ബ്രീത്തിങ്ങും യെസ് ആണ്, ഉണ്ട്. സ്പോണ്ടേനിയസ് ബ്രീത്തിങ് ഉണ്ടെങ്കിൽ നമ്മൾ റെസ്പിറേറ്ററി റേറ്റ് നോക്കുമെടുത്ത്. റെസ്പിറേറ്ററി റേറ്റ് നോക്കുമ്പോൾ റെസ്പിറേറ്ററി റേറ്റ് മോർ ദാൻ 30 ആണെങ്കിൽ, 30-ലധികമാണ് റെസ്പിറേഷൻ റേറ്റ്, റെസ്പിറേറ്ററി വളരെ കൂടുതലാണ്, 30-ൽ കൂടുതലാണെങ്കിൽ നമ്മൾ കാറ്റഗറി റെഡ് ദാറ്റ് ഇസ് ഇമ്മീഡിയറ്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. റെഡ് കളർ ടാഗ് ആണ് കൊടുക്കുക. റെഡ് കളർ ടാഗ് ദാറ്റ് ഇസ് ഇമ്മീഡിയറ്റ് കാറ്റഗറി. as early as possible നമ്മൾ എന്ത് ചെയ്യണം, മാനേജ് ചെയ്യണം, ട്രീറ്റ്മെന്റ് കൊടുക്കണം, അല്ലെ? യെസ്. റെസ്പിറേറ്ററി റേറ്റ് നോക്കിയപ്പോ ലെസ് ദാൻ 30 ആണ്, നോർമലാണ്. ലെസ് ദാൻ 30 ആണെങ്കിൽ നമ്മൾ അടുത്ത് നോക്കുന്നത് പെർഫ്യൂഷൻ ആണ്. ഹാർട്ടിന്റെ പെർഫ്യൂഷൻ നോക്കുന്നു. പെർഫ്യൂഷനിൽ 2 കാര്യങ്ങളാണ് നോക്കുന്നത്, ഒന്ന് റേഡിയൽ പൾസും, 2 കാപ്പിലറി റീഫിൽ ടൈം. റേഡിയൽ പൾസ് നോക്കിയപ്പോ പൾസ് ആബ്സെന്റ് ആണ്, അല്ലെങ്കിൽ നമ്മൾ അടുത്ത കാപ്പിലർ റീഫിൽ നോക്കിയപ്പോ കാപ്പിലർ റീഫിൽ ടൈം എന്ന് പറയുന്നത് മോർ ദാൻ 2 സെക്കൻഡ് ആണ്. ഇത് രണ്ടാണെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് മാനേജ് ചെയ്യണം. ദാറ്റ് ഇസ് റെഡ് കളർ ടാഗ് ആണ് കൊടുക്കുക. ഓക്കെ ആണോ? സോ റേഡിയൽ പൾസ് നോക്കുന്നു. റേഡിയൽ പൾസ് ആബ്സെന്റ് ആണ്. കാപ്പിലർ റീഫിൽ ടൈം അല്ലെങ്കിൽ കാപ്പിലർ റീഫിൽ ടൈം മോർ ദാൻ 2 സെക്കൻഡ് ആണെങ്കിൽ റെഡ് കളർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. ദാറ്റ് ഈസ് ഇമ്മീഡിയറ്റ് മാനേജ്മെന്റ് ചെയ്യണം. ഓക്കെ അല്ലെ? റെഡ് കളർ ടാഗ് ആണ് കൊടുക്കുക. ഇനി റേഡിയൽ പൾസ് പ്രസന്റ് ആണ്. നമ്മൾ റേഡിയൽ പൾസ് നോക്കി, റേഡിയൽ പൾസ് പ്രസന്റ് ആണ്. കാപ്പിലർ റീഫിൽ ടൈം നോക്കി, അതും നോർമലാണ്, ലെസ് ദാൻ 2 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അടുത്ത് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് മെന്റൽ സ്റ്റാറ്റസ് ആണ്. മെന്റൽ സ്റ്റാറ്റസ് നോക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം പേഷ്യന്റ് കമാൻഡിന്, നമ്മൾ കൊടുക്കുന്ന കമാൻഡുകളെല്ലാം ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ, അനുസരിക്കുന്നുണ്ടെങ്കിൽ നേരെ യെല്ലോ കളർ ടാഗ് ആണ് നമ്മൾ കൊടുക്കുക. ദാറ്റ് ഇസ് ഡിലേഡ്. സെക്കൻഡ് പ്രയോറിറ്റി നമ്മൾ ഉൾപ്പെടും. യെല്ലോ കളർ ഡിലേഡ്, കുറച്ച് സമയം വെയിറ്റ് ചെയ്യാൻ കഴിയും. എന്നാൽ മെന്റൽ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ കമാൻഡ് ഒന്നും ഒബേ ചെയ്യുന്നില്ലെങ്കിലോ നമ്മൾ റെഡ് കളർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ ടാഗ് കൊടുക്കും. ദാറ്റ് ഇസ് ഇമ്മീഡിയറ്റ് മാനേജ് ചെയ്യണം. ഇതാണ് സ്റ്റാർട്ട് അൽഗോരിതം എന്ന്. വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് ടെക്നിക്ക് എന്നാണ് സ്റ്റാർട്ട് അൽഗോരിതം പറയുന്നത്. സോ ആദ്യം നമ്മൾ പേഷ്യന്റ് നടക്കാൻ കഴിയുമെന്ന് നോക്കും. യെസ് എന്നാണെങ്കിലും മൈനർ ദാറ്റ് ഇസ് ഗ്രീൻ കളർ ടാഗ് കൊടുക്കും. നോ എന്നാണെങ്കിൽ നമ്മൾ സ്പോണ്ടേനിയസ് ബ്രീത്തിങ് നോക്കും. ദെൻ അപ്പോഴും നോ എന്നാണെങ്കിൽ നമ്മൾ പൊസിഷൻ എയർവേ പൊസിഷൻ ചെയ്യും. അപ്പോഴും അഗ്നിയാണെങ്കിൽ നമ്മൾ ബ്ലാക്ക് കളർ എക്സ്പെക്ടന്റ് കാറ്റഗറിയിൽ ഉൾപ്പെടുത്തും. വീണ്ടും അപ്പോൾ സ്പോണ്ടേനിയസ് ബ്രീത്തിങ് ഉണ്ടായെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി മാനേജ് ചെയ്യണം. ദാറ്റ് ഇസ് റെഡ് കളർ ടാഗ് കൊടുക്കും. ഇനി സ്പോണ്ടേനിയസ് ബ്രീത്തിങ് ഉണ്ട്, പിന്നീട് നമ്മൾ അടുത്ത റെസ്പിറേറ്ററി റേറ്റ് നോക്കും. മോർ ദാൻ 30 ആണെങ്കിലും നമ്മൾ ഇമ്മീഡിയറ്റ് മാനേജ് ചെയ്യണം. റെഡ് കളർ കാറ്റഗറി, റെഡ് കളർ ആണ് കൊടുക്കേണ്ടത്. ഇന്ന് റെസ്പിറേറ്ററി റേറ്റ് 30-ൽ താഴെയാണ്. ഇങ്ങനെയാണ് നമ്മൾ അടുത്ത് പെർഫ്യൂഷൻ നോക്കുന്നത്. ദാറ്റ് ഇസ് റേഡിയൽ പൾസും കാപ്പിലർ റീഫില്ല് രണ്ടിലേക്കും. സോ റേഡിയൽ പൾസ് ആബ്സെന്റ് ആണ്, അല്ലെങ്കിൽ കാപ്പിലർ റീഫില്ല് മോർ ദാൻ 2 സെക്കൻഡ് ആണെങ്കിൽ റെഡ് കളർ ടാഗ് കൊടുക്കും, ഇമ്മീഡിയറ്റ് മാനേജ് ചെയ്യണം. ഇനി പെർഫ്യൂഷൻ നോക്കുമ്പോൾ റേഡിയൽ പൾസ് പ്രസന്റ് ആണ്, അല്ലെങ്കിൽ കാപ്പിലർ റീഫിൽ ടൈം ലെസ് ദാൻ 2 സെക്കൻഡ് ആണെങ്കിൽ നമ്മൾ മെന്റൽ സ്റ്റാറ്റസ് എക്സാം ചെയ്യും. അവിടെ കമാൻഡ്സ് എല്ലാം ഒബേ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ യെല്ലോ കളർ അല്ലെങ്കിൽ ഡിലേഡ് കാറ്റഗറിയിലായിരിക്കും ഉൾപ്പെടുത്തുക. ഇനി കമാൻഡ്സ് ഒന്നും ഒബേ ചെയ്യുന്നില്ലെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ് മാനേജ് ചെയ്യണം. റെഡ് കളർ ടാഗ് ആയിരിക്കും എടുക്കുക. ഇത്രയും ക്ലിയർ ആണോ? വളരെ സിമ്പിൾ ആണ്. ഇത്രയും കാര്യങ്ങളാണ് ഈ ട്രയേജ് എന്ന് പറയുന്നത്. നമുക്ക് മാക്സിമം എയിംസ് ഉൾപ്പെടെയുള്ള എക്സാമിൽ ചോദിക്കാൻ പറ്റുന്ന മാക്സിമം ചോദ്യങ്ങളുണ്ടാവും. ഓക്കെയാണ് ഇത്രയും കാര്യങ്ങൾ. പിന്നെ ഒരു ചെറിയൊരു കാര്യമുണ്ട്, സേവ് ട്രയേജ് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി അസസ്മെന്റ് ഓഫ് വിക്ടിം ട്രാൻസ്പോർട്ട് ആണ്. അതായത് ചില സാഹചര്യത്തിൽ വളരെയധികം കാഷ്വാലിറ്റീസ് ഉണ്ടാകും, അല്ലെ? ഒത്തിരി പേര് ഇഞ്ചേർഡ് ആകും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് പേഷ്യന്റിനെ കൊണ്ടുപോകുന്നതിനൊക്കെ ഒരു പരിധി ഉണ്ടാവും. സോ അങ്ങനെ വരുമ്പോൾ നമ്മൾ വീണ്ടും എന്ത് ചെയ്യണം? അത്യാവശ്യമുള്ളവരൊക്കെ ആദ്യം കൊണ്ടുപോകും. വീണ്ടും അടുത്ത് വരുന്ന പേഷ്യൻസിനെ വീണ്ടും ഒന്നുകൂടി നമ്മൾ റീഅസസ് ചെയ്യും. ഒന്നുകൂടി അസസ്മെന്റ് കൊടുത്ത് അവരെ തമ്മിൽ വീണ്ടും എന്ത് ചെയ്യും? നമ്മൾ പ്രയോറിറ്റി ചെയ്യും. അതാണ് സേവ് ട്രയേജ് എന്ന് പറയുന്നത്. ഹെൽപ്ഫുൾ ടു ഐഡന്റിഫൈ പേഷ്യൻസ് ഹു ആർ മോസ്റ്റ് ലൈക്ലി ടു ബെനിഫിറ്റ് ഫ്രം ദ കെയർ അവൈലബിൾ അണ്ടർ ഓസ്റ്റിയർ ഫീൽഡ് കണ്ടീഷൻ. നമ്മൾ അവിടെ തന്നെ അടുത്ത് രണ്ടാമത് വീണ്ടും റീഅസസ് ചെയ്ത് മാനേജ് ചെയ്യാൻ ശ്രമിക്കും. സോ നോർമലി ഇങ്ങനെ വരുന്നത് നമ്പർ ഓഫ് കാഷ്വാലിറ്റീസ് എക്സീഡ്സ് ദ ട്രാൻസ്പോർട്ടേഷൻ കപ്പാസിറ്റി. നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നതിലും അധികമായിട്ട് കാഷ്വാലിറ്റീസ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ഈ സേവ് ട്രയേജ് അപ്ലൈ ചെയ്യുന്നത്. കേട്ടോ, ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. സേവ് ട്രയേജ് എന്ന് പറയാൻ സെക്കൻഡറി അസസ്മെന്റ് ഓഫ് വിക്ടിം ട്രാൻസ്പോർട്ട് എന്നാണ്. അതാണ് സേവ്, സെക്കൻഡറി അസസ്മെന്റ് ഓഫ് വിക്ടിം ട്രാൻസ്പോർട്ട്.
ഇത്രയും കാര്യങ്ങളാണ് ട്രയേജിനെ കുറിച്ച് പഠിക്കാനുള്ളത്. സോ വളരെ സിമ്പിൾ ആണ്. ട്രയേജ് എന്ന് പറഞ്ഞാൽ പേഷ്യന്റിന്റെ ഇഞ്ചുറിയുടെ സിവിയറിറ്റി അനുസരിച്ച് അല്ലെങ്കിൽ സീരിയസ്നെസ് അനുസരിച്ച് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുന്നതാണ്. മാനേജ് ചെയ്യാനായിട്ട് as early as possible മാനേജ് ചെയ്യാനായിട്ട് അവരെ പ്രയോറിറ്റൈസ് ചെയ്യുന്ന സിസ്റ്റമാണ് ട്രയേജ് എന്ന് പറയുന്നത്. സോ 4 കളർ കോഡ് സിസ്റ്റം നമ്മൾ പഠിച്ചു. ദെൻ അടുത്ത 3 ക്ലാസ് സിസ്റ്റം പഠിച്ചു. ദെൻ മാഞ്ചസ്റ്റർ ട്രയേജ് സിസ്റ്റത്തിൽ നമ്മൾ 5 കളർ കാറ്റഗറി നമ്മൾ പഠിച്ചു. പിന്നെ നമ്മൾ സ്റ്റാർട്ട് അൽഗോരിതമാണ്. ഇത്രയുമാണ് ആകെ ഇതിനകത്ത് നിന്ന് പഠിക്കേണ്ടത്. സോ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി നമുക്ക് അടുത്തൊരു 16 ചോദ്യങ്ങളാണ് പ്രീവിയസ് എക്സാമിന് വർക്ക്ഔട്ട് ചെയ്യാൻ പോകുന്നത്. സോ നന്നായിട്ട് നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ ഉറപ്പായിട്ടും ഓരോ ചോദ്യങ്ങൾക്കും ആൻസർ നിങ്ങൾ തന്നെ കമന്റ് ചെയ്യാം. അവസാനം നിങ്ങൾക്ക് ടോട്ടൽ 16 ചോദ്യങ്ങൾ എത്ര ചോദ്യങ്ങൾ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റിയെന്നും ഉറപ്പായിട്ട് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. സോ അത് നമുക്ക് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ തരും. നിങ്ങൾക്കും അതുപോലെ അത് മനസ്സിലാക്കി ആൻസർ ചെയ്യാൻ കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ ചോദ്യങ്ങളെല്ലാം അതേ ലെവലിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. സോ എല്ലാവരും കമന്റ് ചെയ്യുക കേട്ടോ നിങ്ങളുടെ ആൻസറുകൾ. പോകാം നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷനിലേക്ക്. സോ ഫസ്റ്റ് ചോദ്യം DME കേരള PSC സ്റ്റാഫ് നേഴ്സ് 2018 എക്സാം ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യം, ആസ് പെർ ദ ട്രയേജ് സിസ്റ്റം ഗ്രീൻ കളർ കോഡ് റെഫേഴ്സ് ടു. ഓപ്ഷൻ എ, injuries are life threatening but survival with minimal intervention. Then injuries, option B, injuries are minor and treatment can be delayed for hours to days. Option C, injuries are extensive and chances of survival are unlikely even with the care. Option D, injuries are significant and require medical care but can wait for hours without a threat to life. ഏതാണ് ആൻസർ? ഗ്രീൻ കളർ ആവുമ്പോ, ഗ്രീൻ കളർ എന്ന് പറയുന്നത് ആംബുലേറ്ററി പേഷ്യന്റ് ആണ് അല്ലെ, മൈനർ കാറ്റഗറിയിൽ വരുന്നതാണ്. നമ്മൾ പഠിച്ചു മൈനർ ആണ്, ആംബുലേറ്ററി പേഷ്യന്റ് ആണ്. ശരിയല്ലേ? ഏതായിരിക്കും ആൻസർ? ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻ ബി ആണ്. ദാറ്റ് ഇസ് ഇഞ്ചുറീസ് ആർ മൈനർ ആൻഡ് ട്രീറ്റ്മെന്റ് ക്യാൻ ബി ഡിലേഡ് ഫോർ അവേഴ്സ് ടു ഡേയ്സ്. മറ്റു ഓപ്ഷനുകൂടി ഒന്ന് നോക്കിയേ. ഇഞ്ചുറീസ് ആർ ലൈഫ് ത്രെറ്റനിങ് ബട്ട് സർവൈവബിൾ വിത്ത് മിനിമൽ ഇന്റർവെൻഷൻ. അപ്പൊ ഏതായിരിക്കും? റെഡ് കളർ ആയിരിക്കും അല്ലെ, റെഡ് കളർ ആയിരിക്കും. ഇനി ഇഞ്ചുറീസ് ആർ എക്സ്റ്റെൻസീവ് ആൻഡ് ചാൻസസ് ഓഫ് സർവൈവൽ ആർ അൺലൈക്ലി ഈവൻ വിത്ത് കെയർ. എക്സ്റ്റെൻസീവ് ആണ്, അതുപോലെ ചാൻസസ് ഓഫ് സർവൈവൽ ആർ അൺലൈക്ലി, രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ ഏത് കാറ്റഗറി ആയിരിക്കും? ബ്ലാക്ക് കളർ ആയിരിക്കും അല്ലെ, ലോവസ്റ്റ് പ്രയോറിറ്റി ആണ്, ബ്ലാക്ക് കളർ ആണ്. അടുത്തത്, injuries are significant and require medical care but can wait for hours without threat to life. hours വെയിറ്റ് ചെയ്യാൻ കഴിയും, ലൈഫിന് ത്രെട്ടനിങ് ഒന്നും ഇല്ല. എന്നാൽ ഇഞ്ചുറീസ് സിഗ്നിഫിക്കന്റ് ആണ്. അപ്പൊ ഏതാണ്? ഡിലൈഡ് ആണ് അല്ലെ, ഡിലൈഡ്. ദാറ്റ് ഈസ് യെല്ലോ കളർ ആണ്, ഡിലൈഡ് യെല്ലോ കളർ. ക്ലിയർ ആയിട്ട് മനസ്സിലായോ? യെസ്, ആൻസർ എന്ന് പറയുന്നത് ഇവിടെ ഗ്രീൻ കളർ. ഇഞ്ചുറീസ് ആർ മൈനർ ആൻഡ് ട്രീറ്റ്മെന്റ് ക്യാൻ ബി ഡിലേഡ് ഫോർ അവേഴ്സ് ടു ഡേയ്സ്, കാരണം ആംബുലേറ്ററി പേഷ്യൻസ് ആയിരിക്കും. രണ്ടാമത്തെ ചോദ്യം ശ്രീചിത്ര SCT MSc എക്സാം ക്വസ്റ്റ്യൻ ആണ്. മാഞ്ചസ്റ്റർ ട്രയേജ് സ്കെയിൽ കളർ റെഡ് ഇൻഡിക്കേറ്റ്സ്. മാഞ്ചസ്റ്റർ ട്രയേജ് സ്കെയിൽ കളർ റെഡ് ഇൻഡിക്കേറ്റ്സ് വെരി അർജന്റ് ഇൻ 0 minutes, immediate in 2 minutes, immediate in 0 minutes, സ്റ്റാൻഡേർഡ് ഇൻ 120 minutes. ഏതാണ്? മാഞ്ചസ്റ്റർ ട്രയേജ് സിസ്റ്റം നമുക്കൊരു 5 കളറുകളാണ് അല്ലെ. ആദ്യത്തത് റെഡ് കളർ, ഇമ്മീഡിയറ്റ് ആണ്. രണ്ടാമത്തത് വെരി അർജന്റ് ആണ്, എടുക്കുന്നുണ്ടോ? യെസ്. മൂന്നാമത്തത് അർജന്റ്. നാലാമത്തത് അർജന്റ്, നാലാമത്തെ സ്റ്റാൻഡേർഡ് ഗ്രീന്, ഏറ്റവും ലാസ്റ്റ് നോൺ അർജന്റ് ബ്ലൂ ആണ് അല്ലെ. യെസ്. അപ്പൊ ഇതിലേതാണ് റെഡ് കളർ ഇൻഡിക്കേറ്റ്സ്? റെഡ് കളർ എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ആണ് അല്ലെ, ഇമ്മീഡിയറ്റ് ആണ്, ഒരു ഡൗട്ടും വേണ്ട, ഇമ്മീഡിയറ്റ് ആണ്. പക്ഷെ ഇവിടെ ടൈമും കൂടി കൊടുത്തിട്ടുണ്ട് അല്ലെ, ടൈമും കൂടി പറഞ്ഞിട്ടുണ്ട്, മെഡിക്കൽ ഇന്റർവെൻഷൻ കൊടുക്കേണ്ട ടൈം. സോ റെഡ് കളർ എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഇൻ 0 minutes ആണ്. എക്സാം ക്വസ്റ്റ്യൻ ഇമ്മീഡിയറ്റ് ഇൻ 0 minutes. ശരിയല്ലേ? സോ ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് പറയുന്നത്, ഇമ്മീഡിയറ്റ് ഇൻ 0 minutes. ഇത് ശ്രീചിത്ര എക്സാം ക്വസ്റ്റ്യൻ ആണ്, നോട്ട് ചെയ്യാട്ടോ. യെസ്. മൂന്നാമത്തെ ചോദ്യം, ദ കളർ യൂസ്ഡ് ഫോർ ടാഗിങ് എ ഡെഡ് ബോഡി ഈസ്. എയിംസ് ഭോപ്പാൽ സ്റ്റാഫ് നേഴ്സ് 2016 എക്സാം ക്വസ്റ്റ്യൻ ആണ്. കളർ യൂസ്ഡ് ഫോർ ടാഗിങ് എ ഡെഡ് ബോഡി, റെഡ്, ബ്ലാക്ക്, യെല്ലോ, ഗ്രീൻ. ഡെഡ് ബോഡി അല്ലെങ്കിൽ മോറിബണ്ട് പേഷ്യൻസ് ആണെങ്കിൽ ഏത് കളറാണ്? യെസ്, ബ്ലാക്ക് കളർ ആണ്. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ, ഓപ്ഷൻ ബി. യെസ്. നാലാമത്തെ ചോദ്യം,
Segregation of patient on priority basis in emergency condition is called. രാജസ്ഥാൻ PSC സ്റ്റാഫ് രജിസ്റ്റർ 2007 ക്വസ്റ്റ്യൻ ആണ്. മീരജ്, ലാവേജ്, ട്രയേജ്, കൊളാജ്. ഏതാണ് സെഗ്രിഗേഷൻ ഓഫ് പേഷ്യന്റ് പ്രയോറിറ്റി ബേസിസ് ഇൻ എമർജൻസി കണ്ടീഷൻ? ട്രയേജ് ആണ് അല്ലെ. ഓപ്ഷൻ സി ആണ്, ട്രയേജ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഒരു ഡൗട്ടും വേണം. ഇവിടെ 5ാമത്തെ ചോദ്യം. The correct color code triage system of disaster patients are as under. ഇത് GMCH ചണ്ഡീഗഡ് 2015 എക്സാം ക്വസ്റ്റ്യൻ ആണ്. യെല്ലോ കളർ ക്രിട്ടിക്കലി ഇല്ല, ബ്ലൂ കളർ മൈനർ ഇഞ്ചുറീസ്, വൈറ്റ് കളർ ഡെഡ് പേഷ്യൻസ്, ഗ്രീൻ കളർ മൈനർ ഇഞ്ചുറീസ്. ഏതാണ് കറക്റ്റ്? ഒരു ഡൗട്ടും വേണ്ട, ഓപ്ഷൻ ഡി ആണ്. ദാറ്റ്സ് ഗ്രീൻ കളർ മൈനർ ഇഞ്ചുറീസ് ആണ്. മൈനർ ഇഞ്ചുറീസ് ആംബുലേറ്ററി പേഷ്യൻസ് ആണ് ഗ്രീൻ കളർ. ക്ലിയർ അല്ലേ? യെസ്. 6ാമത്തെ ചോദ്യം. ഈ ട്രയേജ് യെല്ലോ കളർ ഇൻഡിക്കേറ്റ് ഇത് DSSSB പബ്ലിക് ഹെൽത്ത് നേഴ്സ് എക്സാം 2015 എക്സാം ക്വസ്റ്റ്യൻ ആണ്. യെല്ലോ കളർ ഇൻഡിക്കേറ്റ്, യെല്ലോ കളർ എമർജന്റ് ആണോ, അർജന്റ് ആണോ, നോൺ അർജന്റ് ആണോ, ഡെഡ് ആണോ? ഏതാണ് ആൻസർ? യെല്ലോ കളർ ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. യെല്ലോ കളർ ആകുമ്പോ ഏതാണ്? എമർജന്റ് ആണ്, അർജന്റ് ആണ്, നോൺ അർജന്റ് ആണ്, ഡെഡ് ആണ്? യെല്ലോ കളർ വരുമ്പോ ഏതാണ്? അർജന്റ് ആണ് അല്ലെ. അർജന്റ് ആണ്, ഒരു ഡൗട്ടും വേണ്ട, അർജന്റ് ആണ്. എമർജന്റ് ആണെങ്കിൽ റെഡ് കളർ ആണ്, മറന്നു പോകരുത്. ഇത് അർജന്റ് ആണ് കേട്ടോ. 7ാമത്തെ ചോദ്യം. A system to classify the injured on the basis of severity of the injuries and the likelihood of survival in case of a disaster is called. എയിംസ് റായ്പൂർ 2019 എക്സാം ക്വസ്റ്റ്യൻ ആണ്. ട്രയേജ്, സീരിയസ്നെസ്, സിവിയറിറ്റി, എമർജൻസി. ഏതാണ്? ഓപ്ഷൻ എ ട്രയേജ് ആണ്, ഒരു ഡൗട്ടും വേണ്ട. ട്രയേജ് ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണിത്. 8ാമത്തെ ചോദ്യം MB സ്റ്റാഫ് നേഴ്സ് എക്സാം ക്വസ്റ്റ്യൻ ആണ്. Systematic identification and categorization of patients in the emergency unit so that the critical patients are treated first is called. Triage, prioritization, first aid, categorization. Option A ആണ്, that is triage അല്ലെ. ഇതും ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. സോ ഡെഫിനിഷൻ തന്നെ എത്ര എക്സാമിന് ചോദിച്ചു നോക്കാം. സോ ട്രയേജ് ആണ് ആൻസർ. 9ാമത്തെ ചോദ്യം. The system of triage is based upon which of the following principles? Option A, treating patients in order of priority. Option B, treating first come first served. Option C, treating the quickest and easiest first. Option D, treating those that complain the most first. ഏതാണ്? ട്രീറ്റിംഗ് ദ പേഷ്യന്റ് ഇൻ ഓർഡർ ഓഫ് പ്രയോറിറ്റി ആണ് അല്ലെ. അവരുടെ പ്രയോറിറ്റി അനുസരിച്ച് അവരെ ട്രീറ്റ് ചെയ്യുന്നതാണ് ട്രയേജ് എന്ന് പറയുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. സോ 10ാമത്തെ ചോദ്യം. One triage method is START. നമ്മൾ പഠിച്ച സ്റ്റാർട്ട് അൽഗോരിതം, ഇത് ഏറ്റവും കോമൺ നമ്മൾ യൂസ് ചെയ്യുന്ന അൽഗോരിതം ആണ്. വേറെ ഉണ്ട് കേട്ടോ. വാട്ട് ഡസ് സ്റ്റാർട്ട് സ്റ്റാൻഡ്സ് ഫോർ? സ്റ്റാർട്ടിന്റെ ഫുൾ ഫോം എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. സോ സ്റ്റാർട്ട് എസ് എന്ന് പറയുന്നത് സിമ്പിൾ, ടി എന്ന് പറയുന്നത് ട്രയേജ്, എ എന്ന് പറയുന്നത് ഐൻഡ്, ആർ എന്ന് പറയുന്നത് റാപ്പിഡ്, ടി എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ്. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. സിമ്പിൾ, ട്രയേജ് ആൻഡ് റാപ്പിഡ് ട്രീറ്റ്മെന്റ് ആണ് ആൻസർ. ക്ലിയർ അല്ലേ? 10-10 കിട്ടിയോ എല്ലാവർക്കും? Yes. 11ാമത്തെ ചോദ്യം. When triaging a patient who has the respirations more than 30, perfusion more than 2 seconds and cannot follow the simple command. ഇവിടെ റെസ്പിറേഷൻ മോർ ദാൻ 30 ആണ്, അതുപോലെ പെർഫ്യൂഷൻ മോർ ദാൻ 2 seconds ആണ്, അതുപോലെ തന്നെ സിമ്പിൾ കമാൻഡ് പോലും ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഏത് കാറ്റഗറിയിലാണ് ഉൾപ്പെടുന്നതെന്നാണ് ചോദ്യം. സ്റ്റാർട്ട് അൽഗോരിതം അനുസരിച്ച് ഇമ്മീഡിയറ്റ് ആണോ, ഡിലേഡ് ആണോ, മൈനർ ആണോ, എക്സ്പെക്ടന്റ് ആണോ? ഏത് കാറ്റഗറിയാണ്? റെസ്പിറേഷൻ മോർ ദാൻ 30 ആണ്, സോ അവിടെ തന്നെ റെഡ് ആയി. പെർഫ്യൂഷൻ മോർ ദാൻ 2 seconds ആണ്, റെഡ് കളർ. അതുപോലെ തന്നെ കനോട്ട് ഫോളോ സിമ്പിൾ കമാൻഡ്, സോ റെഡ് കളർ ആണ്. ദാറ്റ് ഇസ് ഇമ്മീഡിയറ്റ് മാനേജ് ചെയ്യണം. സോ റെഡ് കളർ ഇമ്മീഡിയറ്റ് ആണ് കാറ്റഗറി അല്ലേ? യെസ്, ഇമ്മീഡിയറ്റ് ആണ്. സോ റെഡ് കളർ ടാഗ് ആണ് യൂസ് ചെയ്യുന്നത്. 12ാമത്തെ ചോദ്യം. You are working as a triage nurse during a disaster situation. Based on the triage color code, tags placed on each of the wounded. Which tag color represents the wounded who have the highest priority of being treated first? ആദ്യം ട്രീറ്റ് ചെയ്യേണ്ടത് ഏത് കളർ ആയിരിക്കണം? ഏതാണ്? ഓപ്ഷൻ യെല്ലോ, റെഡ്, ബ്ലാക്ക്, ഗ്രീൻ. ഏത് കളറാണ് ഫസ്റ്റ് ട്രീറ്റ് ചെയ്യേണ്ടത്? യെസ്, റെഡ് കളർ ആണ് അല്ലെ. ഇമ്മീഡിയറ്റ് റെഡ് കളർ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. 13ാമത്തെ ചോദ്യം.
while triaging the wounded from a disaster, you note that one of the wounded is not breathing. Radial pulse is absent. Capillary refill time more than 2 seconds and does not respond to your commands. What color tag is assigned? Green, red, yellow, black. ഓക്കെ, ബ്രീത്തിങ് ഇല്ല, അഗ്നിയാണ്, റേഡിയൽ പൾസ് ആബ്സെന്റ് ആണ്, കാപ്പിലറി റീഫിൽ മോർ ദാൻ 2 സെക്കൻഡ് ആണ്, ഡസ് നോട്ട് റെസ്പോണ്ട് യുവർ കമന്റ്സ്. സോ ഡോക്ടർ വേണ്ട പേഷ്യന്റ് എന്ന് പറയുന്നത് ഡെഡ് പേഷ്യന്റ് ആണ് അല്ലെ, ഡെഡ് പേഷ്യന്റ് ആണ്. സോ എക്സ്പെക്ടന്റ് കാറ്റഗറിയിലാണ് വരുന്നത്. ദാറ്റ് ഇസ് ബ്ലാക്ക് കളർ ടാഗ് ആണ് അസൈൻ ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്. ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ, ബ്ലാക്ക് കളർ ടാഗ് ആണ്. പേഷ്യന്റ് ഡെഡ് ആണ്. 14ാമത്തെ ചോദ്യം. The wounded victim is unable to walk, has respiratory rate of 12, capillary refill is 8 seconds and is unresponsive. The wounded victim is assigned what tag color? Green color, red color, yellow color, black color. എന്തൊക്കെയാണ് നോക്കി? അൺഎബിൾ ടു വാക്ക്, then അടുത്ത റെസ്പിറേറ്ററി റേറ്റ് നോക്കുമ്പോൾ അത് 10 ആണ്, നോർമൽ ആണ്. പക്ഷെ കാപ്പിലറി റീഫിൽ ടൈം 8 സെക്കൻഡ് ആണ്, മോർ ദാൻ 2 ആണ്. അതുപോലെ പേഷ്യന്റ് അൺറെസ്പോൺസീവ് ആണ്. സോ അങ്ങനെയാണെങ്കിൽ ഏത് ടാഗ് ആയിരിക്കും കൊടുക്കുക? യെസ്, റെഡ് കളർ ടാഗ് ആയിരിക്കും കൊടുക്കേണ്ട. ഇമ്മീഡിയറ്റ് ഓർക്കുക, റെഡ് കളർ ടാഗ് കേട്ടോ. ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ. 15ാമത്തെ ചോദ്യം. The wounded victim is unable to walk, has respiratory rate of 19, capillary refill of 1 second and is able to obey your commands. The wounded victim is assigned what tag color? Green, red, yellow, black. ഏതായിരിക്കും കൊടുക്കേണ്ടത്? വിക്ടിം ഈസ് അൺഎബിൾ ടു വാക്ക്, നടക്കാൻ കഴിയുന്നില്ല, അൺഎബിൾ ടു വാക്ക്. പക്ഷേ നോക്കി, റെസ്പിറേറ്ററി റേറ്റ് നോർമൽ ആണ്, കാപ്പിലറി റീഫിൽ 1 സെക്കൻഡ് ആണ്, നോർമൽ ആണ്, ആൻഡ് ഈസ് ഏബിൾ ടു ഒബേ കമാൻഡ്സ്, അതെല്ലാം നോർമൽ ആണ്. അപ്പൊ ഏതായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്? ഡിലേഡ് ആണ് അല്ലെ, ഡിലേഡ്. ഓർക്കുന്നുണ്ടോ? ഡിലേഡ് ആയിരിക്കും കൊടുക്കുക. ഡിലേഡ് എന്ന് പറയുന്നത് യെല്ലോ കളറാണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ, ഡിലേഡ് യെല്ലോ കളർ. ലാസ്റ്റ് ചോദ്യം, 16ാമത്തെ ചോദ്യം. The wounded victim is unable to walk, respiratory rate is absent, then but when airway is repositioned, breathing is noted. Airway reposition ചെയ്തപ്പോ breathing ഉണ്ടായി. The wounded victim is assigned what tag color? Green color, red color, yellow color, black color. So എയർവേ റീപൊസിഷൻ ചെയ്തപ്പോ ബ്രീത്തിങ് ഉണ്ട്, സ്പോണ്ടേനിയസ് റെസ്പിറേഷൻ ഉണ്ടായെങ്കിൽ നമ്മൾ ഇമ്മീഡിയറ്റ്ലി മാനേജ് ചെയ്യണം, ട്രീറ്റ് ചെയ്യണം. സോ റെഡ് കളർ ഇമ്മീഡിയറ്റ്, മറന്നു പോകരുത്. ഓപ്ഷൻ ബി റെഡ് കളറാണ് ടാഗ് കൊടുക്കേണ്ടത്. ഓക്കെ അല്ലേ? സോ 16 ചോദ്യങ്ങൾ നമ്മൾ ഇതിലന്ന് പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ് ചോദിച്ച 16 ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്ത് പഠിച്ചു. എല്ലാവർക്കും 16 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റിയോ? സോ ഉറപ്പായിട്ടും കമന്റ് ചെയ്യാൻ നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ ആൻസർ ചെയ്യാൻ പറ്റിയെന്നുള്ളത്. എല്ലാവരും നോട്ട് എഴുതിയിട്ട് ക്വസ്റ്റ്യൻസും കൂടി എഴുതി തന്നെ പഠിക്കുക. ക്വസ്റ്റ്യൻസ് വർക്കൗട്ടും വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട മെത്തേഡാണ്. തിയറി പഠിക്കുക, അതിന്റെ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. സോ അങ്ങനെ തന്നെ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. യെസ്, നമ്മുടെ DME സ്റ്റാഫ് നേഴ്സ് PSCയുടെ അതുപോലെ JPHന്റെ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരം നമ്മൾ ഓരോ ബാച്ച് കൂടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. JPHN PSC അൾട്ടിമേറ്റ് ക്രാഷ് കോഴ്സിന്റെ 2ാമത്തെ ബാച്ചിന്റെ ക്ലാസ്സുകൾ നമ്മൾ ഫെബ്രുവരി 23 ആരംഭിക്കുകയാണ്. അതുപോലെ DME സ്റ്റാഫ് നേഴ്സ് PSCക്ക് നമ്മളൊരു ക്രാഷ് കോഴ്സ് ബാച്ച് കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. അത് ഫെബ്രുവരി 25 മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കാൻ നമ്മുടെ നേഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റിന്റെ ഏറ്റവും പുതിയ അപ്ഡേറ്റഡ്, ഏറ്റവും കേരളത്തിലെ മികച്ച ആപ്പിനോടൊപ്പം നിങ്ങൾക്ക് എല്ലാവരും നമ്മുടെ നേഴ്സസ് സക്സസ് മാജിക് കരിയർ പോയിന്റ് സ്ട്രാറ്റജികളിലൂടെയും നിങ്ങൾക്ക് വർക്ക്ഔട്ട് ചെയ്ത് എല്ലാ രീതിയിലും പ്രിപ്പയർ ചെയ്ത് 100% കോൺഫിഡൻസോടുകൂടി നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എത്രയും വേഗം ജോയിൻ ചെയ്ത് പഠിക്കുക. സമയം ഇനി പാഴാക്കരുത്. എത്രയും വേഗം നമ്മുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ, തിയറി നോട്ട്, യൂണിറ്റ് ടെസ്റ്റ്, സബ്ജക്ട് എക്സാം, മോഡൽ എക്സാംസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ, LMR, ക്വിക്ക് റിവിഷൻ, ബൂസ്റ്റർ പോയിന്റ്സ്, എൻട്രൻസ് ക്വസ്റ്റ്യൻസ്, OMR എക്സാം സീരീസ്, ഇതിലൂടെ എല്ലാം കംപ്ലീറ്റ് ആയിട്ട് പഠിച്ച് പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് 14 സബ്ജക്ട്സ് ഒരുപോലെ പഠിച്ച് പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ, അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച് എന്ന് പറയുന്ന സബ്ജക്ട്സിൽ ഏറ്റവും മികച്ച മാർക്കുകൾ നേടിക്കൊണ്ട് മികച്ച റിസൾട്ട് ആയിട്ട് നിങ്ങൾക്ക് എത്താൻ കഴിയും. അത് ഞങ്ങൾ ഗ്യാരണ്ടി തരികയാണ്. സോ ഇനിയും ആരെങ്കിലും ജോയിൻ ചെയ്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം ജോയിൻ ചെയ്ത് പഠിക്കാം. എല്ലാവർക്കും നിങ്ങളുടെ ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാധ്യമാകുന്ന വർഷമാകട്ടെ 2025 എന്ന് പറയുന്നത്. അതിൽ ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ ഒരു ഭാഗമാകാൻ കഴിയട്ടെ. നന്നായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ പോരായ്മകൾ അറിഞ്ഞു പഠിക്കുക. അതിനു വേണ്ടി പോരായ്മകൾ ഓവർകം ചെയ്ത് തന്നെ ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുക. OMR എക്സാമുകളും ഒക്കെ എഴുതി മൈനസ് മാർക്കും ഒക്കെ ഒഴിവാക്കി ഇപ്പോഴേ പ്രാക്ടീസ് ചെയ്യുക. സോ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ പഠിച്ച് നന്നായിട്ട് പോയി എക്സാം എഴുതുക. ഉറപ്പായിട്ട് നിങ്ങൾ വിജയിക്കാൻ കഴിയും.